അമ്മയ്ക്ക് ഉണ്ടായിരുന്നു, ആമവാദമായിരുന്നു, അച്ചായനും നടുവേദന, അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെയെല്ലാം ഞങ്ങൾ പ്രോഡക്റ്റ് കുറച്ച് വാങ്ങി വീട്ടിൽ വെച്ചെങ്കിലും ഞങ്ങൾ ഉപയോഗിച്ചില്ല. റെഡ് പേസ്റ്റ് ഉപയോഗിക്കുന്നത് ഭയങ്കര കാര്യമായിരുന്നു. എങ്കിലും ഞങ്ങൾ സാധനം ഒന്നും ഉപയോഗിച്ചില്ല. 2 ആഴ്ചക്കാലം വീട്ടിൽ വെച്ചു. അങ്ങനെ ഇരിക്കെ അച്ചായൻ ഒരു വിരചുറ്റെന്ന് പറഞ്ഞൊരു അസുഖം കയ്യെ വന്നു. ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 2-3 പ്രാവശ്യം പോയി. 10,500 രൂപയോളം ഞങ്ങള് ആശുപത്രിയിൽ കൊടുത്തു. എന്നിട്ടും ഇത് മാറുന്നില്ല. ഓയിന്റ്മെന്റ് തേക്കുന്ന ദിവസം കുറച്ച് കുറവ് വരും, പിന്നെ അത് തന്നെ കൂടിക്കൊണ്ടിരുന്നു. അപ്പം വേദന ഒരു ദിവസം രാത്രി കൂടിയിട്ട് എന്നോട് ചോദിച്ചു, ഈ മേടിച്ച് വെച്ചേക്കുന്ന എന്തെങ്കിലും സാധനത്തിൽ എനിക്ക് കയ്യെ തേക്കാൻ പറ്റി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചെറിയ നമ്മുടെ പ്രോഡക്റ്റ് ആയ വൂണ്ട് ഹീലിംഗ് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് തേക്ക്, എന്തായാലും അമ്മ തേച്ചു കൊടുക്ക്, നമുക്ക് നോക്കാന്ന് പറഞ്ഞു. സാർമാർ അത്രയും പറഞ്ഞതല്ലേ, അപ്പൊ നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആദ്യം ഈ സാധനം മേടിച്ചു വെച്ച പ്രോഡക്റ്റിൽ ഞങ്ങൾ ആദ്യം ഉപയോഗിക്കുന്ന വൂണ്ട് ഹീലിംഗ് ആണ്. ഉപയോഗിച്ചു. ആദ്യ ദിവസം തേച്ചപ്പോ തന്നെ ഒരു മാറ്റം, പിറ്റേ ദിവസം ആയപ്പോ തന്നെ ഒരു ചെറിയ വേദനയൊക്കെ മാറി കിട്ടി. പിന്നെ 2-3 ദിവസത്തെ കണ്ടിന്യൂ ഉപയോഗം കൊണ്ട് ഒരു കുഴപ്പമില്ല, നന്നായിട്ട് മാറി കിട്ടി. പിന്നെ ഇതുവരെ വന്നിട്ടില്ല, അതാണ് ഏറ്റവും മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ വന്നിട്ടില്ല, ഇപ്പോഴും പണിക്ക് പോകുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞ് അന്നേരം ഞങ്ങൾക്ക് നല്ല വിശ്വാസമായി. പിന്നെ ഞങ്ങൾ ഈ മേടിച്ച് വെച്ചേക്കുന്ന എല്ലാ പ്രോഡക്ട്സും ഞങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. അമ്മയ്ക്ക് ആമവാദം ഒരു 9-10 വർഷത്തോളമായിട്ട് ആമവാദമായിരുന്നു. കൈ കാലും എല്ലാം നീര്, അതുപോലെ തന്നെ ഒരു തിരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ, എല്ലാം ഇങ്ങനെ ആമവാദം വരുമ്പം തിരിഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. അങ്ങനെ എല്ലാം ഭയങ്കര വേദനയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ പ്രോഡക്റ്റുകളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അന്ന് ഉപയോഗിച്ച പ്രോഡക്റ്റ് അമ്മയ്ക്ക് ആമവാദത്തിന് ഉപയോഗിച്ച പ്രോഡക്റ്റ് ചാമ്പി തൈലം, നോവേദന ജെല്ല്, നോവേദന ക്യാപ്സ്യൂള്, കവചപ്രാശം, നെർവ് എനർജി, നാസിയം, പ്രോട്ടീൻ പൗഡർ എന്നിവയെല്ലാം കഴിച്ചു. ഒരു 3 മാസം കണ്ടിന്യൂ കഴിച്ചപ്പോൾ നല്ല മാറ്റം വരികയും അമ്മയ്ക്ക് നല്ല മാറ്റം വരികയും പിന്നെ നടക്കാനൊക്കെ വലിയ കുഴപ്പങ്ങളില്ലാതെ നല്ലതായിട്ട് നടക്കാനൊക്കെ തുടങ്ങി. പിന്നെ കണ്ടിന്യൂ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞങ്ങൾ പോയി ചെക്ക് ചെയ്തപ്പം ഡോക്ടർ പറഞ്ഞ നോർമൽ ആണെന്നാ പറഞ്ഞത്. ഇപ്പൊ എല്ലാ ജോലിയും ആള് തന്നെ ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പവും ഇല്ല. അങ്ങനെ വീട്ടിൽ 2ാമത്തെ റിസൾട്ട് വീട്ടിൽ കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ കുട്ടികള് മിക്കവാറും പനി, ജലദോഷം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മാസത്തിൽ 2 തവണ എങ്കിലും ഞങ്ങൾ ആശുപത്രി പോകും. അങ്ങനെ ഇരിക്കെ പിള്ളേർക്കും കവചപ്രാശവും ന്യൂട്രിലൈഫും കൊടുക്കാൻ തുടങ്ങി സാറുമാര് പറഞ്ഞതുകൊണ്ട്. അങ്ങനെ അവർക്കും അത്യാവശ്യം നല്ല ഇമ്മ്യൂണിറ്റി പവർ ആയി. പിന്നെ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും നല്ല ശ്രദ്ധയൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ കുട്ടികൾക്കും റിസൾട്ട് ആയി. പിന്നെ ഞങ്ങള് പേസ്റ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ എന്റെ ഭർത്താവ് ഏതായാലും റെഡ് പേസ്റ്റ് ഉപയോഗിക്കത്തില്ല, കോൾഗേറ്റ് മാത്രമേ തേക്കുള്ളായിരുന്നു. അങ്ങനെ പുള്ളിക്ക് ഒരു ദിവസം പല്ലുവേദന വന്നപ്പം രാത്രിയിൽ ഭയങ്കരമായിട്ട് പല്ലുവേദന വന്നപ്പോൾ റെഡ് പേസ്റ്റ് ഉപയോഗിച്ചാൽ മാറുമോന്ന് ചോദിച്ചു. മാറുമെന്ന് ഉറപ്പ് വന്നപ്പം ആള് പല്ല് തേച്ചു, മൂണയിലൊക്കെ തേച്ചു, അതുപോലെ നല്ലതായിട്ട് പല്ല് തേച്ച് നല്ലതായിട്ട് മാറ്റം കിട്ടി. അങ്ങനെ പുള്ളി തന്നെ എല്ലാവരോടും പറഞ്ഞ് റെഡ് പേസ്റ്റിന് ആൾക്കാർ ഇഷ്ടം പോലെയായി. പുള്ളിയാണ് ശരിക്കും എല്ലാരോടും പറയുന്നത്, ഈ പേസ്റ്റ് ഉപയോഗിച്ചാൽ നല്ല വേദനയ്ക്ക് നല്ല മാറ്റമുണ്ട്, വായിലെ എല്ലാ പ്രശ്നങ്ങളും മാറി കിട്ടുമെന്നും പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾക്ക് റെഡ് പേസ്റ്റിന് നല്ല ചെലവാണ്. എല്ലാവരും ഞങ്ങളുടെ അടുത്തുള്ള മിക്കവരും എന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാവരും റെഡ് പേസ്റ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഭർത്താവിന്റെ കൂട്ടുകാരന് ഫാറ്റി ലിവറിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വെച്ചിട്ട് ഒരു ക്ലാസ് സംഘടിപ്പിച്ചപ്പോൾ എല്ലാവരും വരികയും ആ ഫാറ്റി ലിവറിനുള്ള പ്രോഡക്റ്റ് അത് സാർമാർ കൊടുക്കുകയും ചെയ്തു. അതിന്റെ ഫലമായിട്ട് ആ കൂട്ടുകാരന് ഫാറ്റി ലിവർ നന്നായിട്ട് മാറി കിട്ടി. അങ്ങനെ ഫാറ്റി ലിവർ മാറി കിട്ടി. പിന്നെ അന്ന് ഒത്തിരി പേര് പ്രോഡക്റ്റുകൾ വാങ്ങുകയും ചെയ്തു. പിന്നെ വീട്ടിൽ തന്നെ എന്റെ അമ്മയ്ക്ക് ഇയർ ബാലൻസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതുപോലെ പെങ്ങളുടെ ഭർത്താവിനും ഇയർ ബാലൻസിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നും കൊടുത്തില്ല. അവിടെ ഈ ചാമ്പി തൈലം മാത്രം തലയിൽ വെച്ച് കുളിക്കാനും ചെവിയുടെ പോയി തൂക്കാനും പറഞ്ഞതേ ഉള്ളൂ. അവർക്ക് 2 പേർക്കും നല്ല റിസൾട്ട് ആയി. ഇപ്പൊ 2 പേർക്കും ആ പ്രോബ്ലം ഇല്ല. അവര് കണ്ടിന്യൂ ഈ ചാമ്പി തൈലം തന്നെയാണ് തേച്ച് കുളിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തന്നെ ഇത്രയും റിസൾട്ട് ആണ് ഞങ്ങൾക്കുള്ളത്. പിന്നെ പുറത്തു കൊടുത്ത റിസൾട്ട് എന്ന് പറഞ്ഞാല് അത് പറഞ്ഞാൽ തീരത്തില്ല, അതുപോലെ റിസൾട്ടുകളുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് ഒരു ശ്വാസമുട്ടലുകാരിക്ക് കൊടുത്തു. പൈൽസിന് ആദ്യം കൊടുത്തു. അച്ഛനങ്ങ ഭയങ്കരമായിട്ട് ബ്ലഡ് ഒക്കെ പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇരിക്കാൻ പറ്റത്തില്ല, പുള്ളിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. അങ്ങനെ പറഞ്ഞപ്പം പറഞ്ഞു, എനിക്ക് എത്രയും പെട്ടെന്ന് പ്രോഡക്റ്റ് എത്തിക്കുക, ഞാൻ മേടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രോഡക്റ്റ് എല്ലാം സാർമാരോട് ചോദിച്ചതിന് ശേഷം പ്രോഡക്റ്റ് ഒക്കെ കൊണ്ട് കൊടുത്തേതായാലും ഒരു 3 ദിവസത്തിനകത്ത് എന്നോട് വന്ന് പറയുന്നു, എനിക്ക് നല്ല മാറ്റമുണ്ട്, എനിക്ക് ഇപ്പം അത്യാവശ്യം വയറ്റിന് പോകാനാണെങ്കിലും ഒരു കുഴപ്പവും ഇല്ല, നല്ല രീതിയിൽ എനിക്ക് മാറ്റം 3ാമത്തെ ദിവസം തന്നെ വന്നെന്ന് പറഞ്ഞു. എനിക്ക് ആദ്യം വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. എങ്കിലും പുള്ളിയുടെ ആ പറച്ചിൽ എന്നെ വിളിച്ചു പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് വിശ്വാസം വന്നു. അന്ന് കൊടുത്ത ഏതൊക്കെ പ്രോഡക്റ്റ് ആണെന്ന് വെച്ചാൽ പൈൽസിസി ക്രീം, പൈൽസിസി ടാബ്ലറ്റ്, ഫുൾ ആൻഡ് ഈസി, ഇമ്മ്യൂണോ 3+, പ്രോബയോട്ടിക്,
അങ്ങനെ കൊടുത്തു. പിന്നെ പുള്ളിക്കാരന് ബ്ലഡ് ഇച്ചിരി കുറവായതുകൊണ്ട് അയൺ ഫീലിംഗ് സിറപ്പും കൂടെയും കൊടുത്തു. അങ്ങനെ ആ ഒരു റിസൾട്ട് ഭയങ്കരമായിട്ട് വിശ്വാസം കൂടുതൽ വർദ്ധിച്ചു എനിക്ക്. വീണ്ടും അടുത്ത് എന്റെ ഇതുപോലെ ഭർത്താവിന്റെ കൂട്ടുകാരന്റെ അമ്മയ്ക്ക് ഒരു വെരിക്കോസ് വെയിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ പൊട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പുള്ളിക്കാരിക്കും കൊടുത്തു. പുള്ളിക്കാരിക്ക് ഒരു 10-14 വർഷമായാണ് പുള്ളിക്കാരി പറയുന്നത്. അത്രമേൽ ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര അടിച്ചു ഇങ്ങനെ പൊട്ടിയൊരവസ്ഥയിലൊക്കെ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ അതിനും കൂട്ടുകാരൻ്റെ കൊടുത്തു വിട്ടു. അമ്മച്ചിക്ക് കൊടുക്കാനായിട്ട് ബ്ലഡ് പ്യൂരിഫയർ, ചാമ്പി തൈലം, വൂണ്ട് ഹീലിങ്, നീം സോപ്പ്, ഡെയിലി ഡിറ്റോസ്, വെള്ളഫട്ട എന്നിവയെല്ലാം കൊടുത്തു വിട്ടു. അങ്ങനെ അതെല്ലാം കൊടുത്തു വിട്ടപ്പോഴത്തേക്കും അതിനും നല്ല മാറ്റം. ചൊറിച്ചിലായിരുന്നാ പറഞ്ഞ എപ്പോഴും. ഈ വൂണ്ട് ഹീലിങ്ങും ഈ ചാമ്പി തൈലവും കൂടെ കൂട്ടി തേച്ചപ്പോ തന്നെ പുള്ളിക്കാരി ആ ചൊറിച്ചിൽ നല്ല മാറ്റം വന്നു. അന്ന് രാത്രി ഈ കൊടുത്തു വിട്ടേ അന്ന് തന്നെ പുള്ളി ഉപയോഗിച്ചു. ബുദ്ധിമുട്ട് കാരണം അന്ന് തന്നെ രാത്രി പുള്ളി വിളിച്ചു പിറ്റേ ദിവസം പറഞ്ഞു, അയ്യോ നന്നായിട്ട് ഞാൻ ഇത്രയും നാൾ കൊണ്ടൊന്ന് ഉറങ്ങാൻ പറ്റി, എനിക്ക് നന്നായിട്ടെന്ന് പറഞ്ഞു. അവരും കണ്ടിന്യൂ ഉപയോഗിച്ചു. അവർക്ക് നല്ല റിസൾട്ടാണ്. അങ്ങനെ ആ റിസൾട്ട് വന്നു. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത വീട്ടിലൊരു ശ്വാസം മുട്ടലുകാരിക്ക് അതുപോലെ 2 പേർക്ക് കൊടുത്തു. 2 പേർക്ക് കൊടുത്തിട്ട് 2 പേർക്കും റിസൾട്ടായി. അവരിപ്പോഴും ഇടയ്ക്ക് മുട്ടലുമെല്ലാം എന്നോട് തീർന്നു കഴിയുമ്പോൾ ആശ്വാസം വാങ്ങിച്ച് കഴിക്കുന്നു. അന്ന് കൊടുത്ത ശ്വാസമുട്ടലിന് കൊടുത്തത് ആശ്വാസം, കവചപ്രാശം, പിന്നെ കഫ്നില് കുറെ കഫത്തിന്റെ പ്രശ്നമുണ്ട്, കഫ്നില് ഇത് 3ഉം കൊടുത്തു. അവർക്കും നല്ല മാറ്റമുണ്ട്. നല്ല മാറിയെന്ന് തന്നെ പറയാം. അത്രമേൽ റിസൾട്ട് ആണ്. അത് കണ്ട് വീണ്ടും അടുത്ത ഒരാളും ചോദിച്ചു, അവർക്ക് കൊടുത്തു. അവർക്കും റിസൾട്ട് ആയി വന്നു. അങ്ങനെ സാർ കേൾക്കുന്നുണ്ടോ? ഹലോ, നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാം, മേഡം പറഞ്ഞു. സാർ പിന്നെ കൊടുത്തത് താരന്റെ ഷാമ്പു എന്ന് പറഞ്ഞാൽ അടുത്ത വീട്ടിലെ കൊച്ചു കുഞ്ഞിന് തൊട്ട് ശരിക്കും പറയണ വലിയവർക്ക് വരെയും കൊടുക്കുന്നുണ്ട്. താരന്റെ ഷാമ്പു കൊടുത്തിട്ട് നല്ല മാറ്റം ഉണ്ടെന്നാണ് ഒരു കുഞ്ഞു കൊച്ചിന് കൊടുത്തിട്ട്, അതായത് ഒരു 1-2 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു കൊച്ചു ഭയങ്കര താരനോ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പം ഞാൻ താരന്റെ ഷാമ്പു കൊടുത്തു. അത് തേച്ച് പറഞ്ഞു നല്ല മാറ്റമുണ്ട്. ഒരു 2 ദിവസം അടുപ്പിച്ച് തേച്ചപ്പോൾ തന്നെ നല്ല മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ താരന്റെ ഷാമ്പു എന്റെ ഒരു ഭർത്താവിന്റെ കൂട്ടുകാരന് കൊടുത്തു. അത് താരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയിൽ ഇങ്ങനെ സോറിയാസിന്റെ ഒക്കെ ആ ഒരു ഇതാന്ന് തോന്നുന്നു. എങ്ങനെയാണ് തലയിൽ പൊട്ടി ഇങ്ങനെ ഒരു ബ്ലഡ് വരുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഞങ്ങൾ ഇത് കൊടുത്തത് ചാമ്പി തൈലവും വൂണ്ട് ഹീലിങ്ങും ഈ താരന്റെ ഷാമ്പുവും കൂടെ കൊടുത്തു. അത് ഉപയോഗിക്കേണ്ട രീതിയും പറഞ്ഞു കൊടുത്തപ്പോഴേക്കും അത് ഉപയോഗിച്ച ഇപ്പൊ നല്ല മാറ്റമുണ്ട്. അപ്പൊ എന്നോട് കഴിഞ്ഞ ദിവസം വിളിച്ച് പറഞ്ഞു, ചേച്ചി എനിക്ക് നല്ലതായിട്ട് മാറി കിട്ടി, അതുകൊണ്ട് എനിക്ക് മുടി കൊഴിയുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് മുടി കൊഴിച്ചിനുള്ളതും കൂടെ തന്നേക്കെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഒത്തിരി റിസൾട്ട് ഉണ്ട് സാറേ, പറഞ്ഞാൽ തീരത്തില്ല, അതുപോലെ റിസൾട്ടുകളാണ്. പിന്നെ എല്ലാവർക്കും ഭയങ്കര വിശ്വാസമാണ്. ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മാറ്റം സംഭവിക്കും. ഫുഡ് സപ്ലിമെന്റ് ആണെങ്കിൽ പോലും മരുന്നിനേക്കാൾ ഭയങ്കരമാണെന്നാണ് എല്ലാരും പറയുന്നത്. അതുപോലെ എന്നെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എന്റെ ഭർത്താവാണ്. പുള്ളിയുടെ കൂട്ടുകാർക്കും അവരുടെ വീടുകളിലും എല്ലാം പ്രോഡക്റ്റ് എത്തിക്കുന്നത് ഞങ്ങൾ 2 പേരും കൂടെ. ഞങ്ങൾ ഫാമിലി ആയിട്ട് ചെയ്യുന്നു. പിന്നെ എന്റെ മക്കള് ഭയങ്കര ഇതിന്റെ ശരിക്കും പറയുവാണ് ഇവരാണ് ഞങ്ങളുടെ പരസ്യം. ശരിക്കും എന്ത് വന്നാലും പറയും അത് തേക്ക ഇത് തേക്ക എന്ന് പറഞ്ഞ് അവര് ചാമ്പിത്തൈല തേച്ചേ കുളിക്കുകയുള്ളൂ. വേറെ ഒരു സാധനം ഞങ്ങളുടെ വീട്ടിൽ വാങ്ങിക്കുകയില്ല. അവരാണ് ഭയങ്കര പരസ്യക്കാര്. ഇത്രയും ഞങ്ങള് നന്നായിട്ട് എന്നെ സ്നേഹിക്കുന്നു. പിന്നെ എനിക്ക് എല്ലാ സപ്പോർട്ടും ചെയ്ത് എന്നെ കൊണ്ടുപോകുന്ന ഞങ്ങളുടെ സുനീഷ് സാറ്, സന്തോഷ് സാറ്, ജഞ്ചി സാറ്, ഷൈനി മേഡം, സാജൻ സാറ്, ലതാ മേഡം, എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സാറേ. താങ്ക് യു മേഡം, താങ്ക് യു സോ മച്ച്. എന്തായാലും ആനിവേഴ്സറി ദിനത്തില് ഈ ഒരു അവസരം